വർഷം 1966 ജനുവരി 11 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുന്നു. 13 ദിവസത്തിന് ശേഷം അഥവാ 1966 ജനുവരി 24 ഇന്ത്യയുടെ ആണവ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഹോമി ജെ ബാബ വിമാനാപകടത്തിൽ കൊല്ലപ്പെടുന്നു. ആരായിരുന്നു ഈ രണ്ട് പ്രതിഭകളുടെയും മരണത്തിന് പിന്നിൽ? എങ്ങനെയാണവർ കൊല്ലപ്പെട്ടത്? അതിന് കാരണം എന്തായിരുന്നു? ആരാണ് ഇതിന് പിന്നിൽ കളിച്ചത്? ആ ചരിത്രത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യും. 1945 രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിൽ അമേരിക്ക ഹിരോഷിമയിലും നാഗസാക്കിയിലും ആണവ ബോംബുകൾ വർഷിച്ചു. ഈ സംഭവം ലോകത്തെ ഞെട്ടിച്ചു. ആണവ യുദ്ധത്തിന്റെ ഭീകരത ലോകം നേരിൽ കണ്ടു. അമേരിക്കക്ക് പിന്നാലെ സോവിയറ്റ് യൂണിയനും ഫ്രാൻസും ആണവ ശക്തികളായി മാറി. 1960കളിൽ ആണവ പരീക്ഷണങ്ങൾ തീവ്രമായി നടന്നു. അത്തരമൊരു കാലഘട്ടമായിരുന്നു. 1964 ചൈനയും ആണവ ക്ലബിൽ അംഗമായി. ലോകരാജ്യങ്ങൾക്ക് പിന്നാലെ ഇന്ത്യയുടെ ആണവ ശാസ്ത്രജ്ഞനായ ഹോമി ജെ ബാബ ഇന്ത്യയും ആണവ ശക്തിയായി ഉടൻ മാറുമെന്ന് പ്രഖ്യാപിക്കുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആണവ ഗവേഷണം വളരെ വേഗത്തിൽ പുരോഗമിക്കുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി അതിനുവേണ്ട സർവ്വ സഹായവും നൽകുന്നു. ഇന്ത്യ ആണവ ശക്തിയാകുന്നത് ഭയപ്പെട്ട ആരൊക്കെയോ പക്ഷേ അതിനെ അട്ടിമറിക്കാൻ ഇന്ത്യയുടെ ഈ രണ്ട് വീരപുത്രരെ കൊന്നു. ഇതാണ് വസ്തുത. ബുദ്ധൻ ചിരിക്കുന്നതിനും നാം ആണവായുധം പരീക്ഷിക്കുന്നതിനും മുമ്പ് ഇന്ത്യയുടെ ആണവ പദ്ധതികളുടെ അമരക്കാർക്ക് ദുരൂഹ മരണം വിധിച്ചത് ആരായിരുന്നു? ഇന്ത്യൻ ആണവ പദ്ധതിയുടെ പിറവിക്ക് നേതൃത്വം നൽകിയ മഹാരഥന്മാരായ രണ്ടുപേരെ ഇല്ലാതാക്കാൻ ആർക്കായിരിക്കും തിടുക്കമുണ്ടായിട്ടുണ്ടാവുക? ഇന്ത്യൻ ആണവ പരീക്ഷണത്തിന് പച്ചക്കൊടി വീശിയ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയും അതിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ ആണവ പദ്ധതിയുടെ പിതാവായിരുന്ന ഡോക്ടർ ഹോമി ജഹാംഗീർ ബാബയും ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ ഇല്ലാതായപ്പോൾ രാജ്യത്തിന്റെ ആണവ പദ്ധതിക്ക് കുറച്ചു കാലതാമസം നേരിട്ടു എന്നുള്ളതൊരു വസ്തുതയാണ്. ഇരുവരുടെയും മരണം ഇപ്പോഴും ദുരൂഹമായി തന്നെ തുടരുകയാണ്. ഇന്നേക്ക് 59 വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 1966 ജനുവരി 11 ലാൽ ബഹദൂർ ശാസ്ത്രി താഷ്കണ്ടിൽ വെച്ച് മരിക്കുന്നത്. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധാനന്തരം പാക് പ്രസിഡന്റ് അയ്യൂബ് ഖാനുമായി താഷ്കന്റ് ഉടമ്പടി ഒപ്പുവെച്ചതിന് പിറ്റേന്ന് അന്നത്തെ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കണ്ടിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ മരണം. അത് കഴിഞ്ഞ് 13 ദിവസത്തിന് ശേഷം ജനുവരി 24 ആൽപ്സ് പർവ്വത നിരകളിൽ വിമാനം തകർന്നു വീണാണ് ബാബ ലോകത്തോട് വിട പറഞ്ഞത്. ഇന്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസിയുടെ സയന്റിഫിക് അഡ്വൈസറി കമ്മിറ്റി യോഗത്തിനായി വിയന്നയിലേക്കുള്ള യാത്രാമധ്യേ സ്വിസ് ആൽപ്സിലെ മോണ്ട് ബ്ലാങ്കിന് സമീപത്ത് വെച്ചാണ് 56-കാരനായ ബാബ സഞ്ചരിച്ച വിമാനം അപകടത്തിൽപ്പെട്ടത്. മോണ്ട് ബ്ലാങ്ക് പർവ്വതത്തിന് സമീപം വിമാനത്തിന്റെ സ്ഥാനം സംബന്ധിച്ച് ജനീവ എയർപോർട്ടും വിമാനത്തിന്റെ പൈലറ്റും തമ്മിലുണ്ടായ തെറ്റായ ആശയവിനിമയമാണ് അപകടത്തിന് കാരണമെന്നായിരുന്നു ഔദ്യോഗിക വിശദീകരണം. എന്നാൽ ബോംബ് സ്ഫോടനത്തിലാണ് വിമാനം തകർന്നതെന്ന തരത്തിലാണ് വാർത്തകൾ പ്രചരിച്ചത്. രണ്ട് സംഭവങ്ങൾക്ക് പിന്നിലും അമേരിക്കൻ ചാരസംഘടനയായ CIA സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസിക്ക് പങ്കുണ്ടെന്ന ആരോപണം ഉയർന്നു വന്നു. ഇന്ത്യയുടെ ആണവ പദ്ധതിയെ സ്തംഭിപ്പിക്കാൻ ശാസ്ത്രിയെ വിഷം കൊടുത്തു കൊല്ലുകയായിരുന്നെന്നും ബാബ സഞ്ചരിച്ച വിമാനം CIA ബോംബ് വെച്ച് തകർക്കുകയായിരുന്നുവെന്നുമായിരുന്നു ആരോപണം. ഹൃദയാഘാതത്തെ തുടർന്നാണ് ശാസ്ത്രിയുടെ മരണമെന്നാണ് ഔദ്യോഗിക വിശദീകരണമെങ്കിലും ശാസ്ത്രിയുടെ മൃതദേഹ ഭാഗങ്ങളിൽ നീല നിറം കണ്ടെന്ന റിപ്പോർട്ടുകൾ ആരോപണങ്ങൾക്ക് ബലം നൽകി. വർഷങ്ങൾക്ക് ശേഷം മുൻ CIA ഉദ്യോഗസ്ഥന്റെ മൊഴി കൂടി പുറത്തു വന്നതോടെ ഇരുവരെയും അമേരിക്ക ഇല്ലാതാക്കുകയായിരുന്നുവെന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു. ശാസ്ത്രിയുടെയും ബാമയുടെയും മരണങ്ങൾ അമേരിക്കൻ ചാരസംഘടനയായ CIA ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതെന്നാണ് പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ ഗ്രിഗറി ഡഗ്ലസ് തന്റെ കോൺവെർസേഷൻ വിത്ത് ദ ക്രൗ എന്ന പുസ്തകത്തിൽ പ്രസ്താവിക്കുന്നത്. കോൺവെർസേഷൻ 22 എന്ന അധ്യായത്തിൽ CIA ഉദ്യോഗസ്ഥനായിരുന്ന റോബർട്ട് ക്രോലിയുമായി ഗ്രിഗറി ഡഗ്ലസ് നടത്തിയ സംഭാഷണം അതുപോലെ തന്നെ അദ്ദേഹം നൽകിയിട്ടുണ്ട്. ഇരുവരെയും ഇല്ലാതാക്കുന്നതിലൂടെ തങ്ങളൊരു നന്മയാണ് ചെയ്തതെന്നാണ് മുൻ CIA ഉദ്യോഗസ്ഥൻ പറയുന്നത്. ഭയാനകമായ ദുരന്തങ്ങൾ തടയുകയും കൂടുതൽ സമാധാനം ഉറപ്പാക്കാൻ വേണ്ടിയുമാണ് അത് ചെയ്തത്. 60കളിൽ അവർ ആവേശഭരിതരായി അണുബോംബ് നിർമ്മിക്കാൻ തുടങ്ങിയത് ഞങ്ങൾക്ക് പ്രശ്നമായി. അവർ എന്താണ് ചെയ്യുന്നതെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. പലതവണ താക്കീത് നൽകിയെങ്കിലും എന്തൊരഹങ്കാരമായിരുന്നു.
അവൻ നമ്മുടെ ആളുകളെ വിഡ്ഢികളാക്കുകയായിരുന്നു. പിന്നീട് അവനും ഇന്ത്യയും വൻ ശക്തികൾക്കൊപ്പം ആണവ തുല്യത നേടുന്നതിൽ നിന്ന് ആരും തടയില്ലെന്നും അവൻ പറഞ്ഞു. അദ്ദേഹത്തിന് ദൗർഭാഗ്യകരമായ ഒരു അപകടം സംഭവിച്ചു. കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അദ്ദേഹം വിയന്നയിലേക്ക് പറക്കുകയായിരുന്നു. ചുരുക്കത്തിൽ ഗ്രിഗറി ഡഗ്ലസ് പച്ചയിൽ ഹോമി ജെ ബാബയെയും അതുപോലെ തന്നെ പിന്നീട് ലാൽ ബഹദൂർ ശാസ്ത്രിയെയും നശിപ്പിക്കുകയായിരുന്നു എന്ന് ആ റിപ്പോർട്ടിലൂടെ ലോകത്തോട് തുറന്നു പറയുന്നുണ്ട്. പശുവിനെ സ്നേഹിക്കുന്ന മറ്റൊരു രാക്ഷസൻ എന്നാണ് ശാസ്ത്രിയെ സംഭാഷണത്തിൽ CIA ഉദ്യോഗസ്ഥനായിരുന്ന റോബർട്ട് ക്രോലി വിശേഷിപ്പിക്കുന്നത്. ആദ്യം കളി തുടങ്ങിയത് ശാസ്ത്രിയായിരുന്നുവെന്ന് ക്രോലി പറയുന്നു. ബാബ ഒരു പ്രതിഭയായിരുന്നു. അദ്ദേഹത്തിന് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിയും. അതിനാൽ ഞങ്ങൾ രണ്ടുപേരെയും ശരിയാക്കി. ശീതയുദ്ധത്തിന്റെ കാലമായിരുന്നെങ്കിലും കൂടി ചില കാര്യങ്ങൾ റഷ്യൻ രഹസ്യാന്വേഷണ സംഘവുമായി പങ്കിട്ടെന്ന സൂചനയും ക്രോലി നൽകുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റുകൾക്ക് മനസ്സിലാകുന്ന ഒരേ ഒരു കാര്യം മൃഗീയ ശക്തിയാണ്. ബാബ കരിഞ്ഞതിന് ശേഷം ഇന്ത്യ നിശബ്ദമായി. ഞങ്ങൾക്കൊരിക്കലും മാവോയിലേക്ക് പോകുവാനായില്ല. എന്നാൽ ഒരു സമയത്ത് റഷ്യക്കാരും ഞങ്ങളും പദ്ധതികൾ എങ്ങനെ എപ്പോൾ എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു. അതെ, ചിലപ്പോൾ ഞങ്ങൾ മറുവശത്തായി ബിസിനസ് ചെയ്തിരുന്നു. ഒരു പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുന്നതിലും കൂടുതൽ ക്രോലി പറഞ്ഞു നിർത്തി. എത്രമാത്രം വംശീയ അധിക്ഷേപ ചിന്ത വെച്ചു പുലർത്തിയാണ് CIA ഏജന്റുമാർ ഉൾപ്പെടെയുള്ളവർ പ്രവർത്തിച്ചിരുന്നത് എന്നതിന് ഈ സംഭാഷണ ശകലം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. 1965 ട്രോംബയിൽ പ്ലൂട്ടോണിയം റീപ്രോസസിംഗ് പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തതിന് പിന്നാലെ ഡോക്ടർ ഹോമി ജെ ബാബയുടെ നേതൃത്വത്തിലുള്ള ശാസ്ത്ര സംഘത്തിന് ആണവ സ്ഫോടക വസ്തുക്കൾ വികസിപ്പിക്കാൻ ശാസ്ത്രി അനുമതി നൽകിയിരുന്നു. പിന്നാലെ ബാബയുടെ നേതൃത്വത്തിൽ അതിനുള്ള നീക്കങ്ങളും ആരംഭിച്ചു. SNEPP രൂപീകരിച്ചാണ് ബാബ ഈ ശ്രമത്തിന് തുടക്കമിട്ടത്. ഇതിനിടെ, അതായത് ബാബ മരിക്കുന്നതിന് 2 മാസം മുമ്പ് ഒരു റേഡിയോ സംഭാഷണത്തിൽ ഇന്ത്യ ആണവ ശക്തിയായി മാറാൻ പോകുകയാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. പിന്നാലെയാണ് ഇരുവരും ഭൂമിയിൽ നിന്ന് ഇല്ലാതാകുന്നത്. ഗ്രിഗറി ഡഗ്ലസും ക്രോലിയും തമ്മിലുള്ള സംഭാഷണവും ഈ സംഭവങ്ങളും ചേർത്ത് വായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്തെന്ന സംശയം ഓരോരുത്തരിലും ഉയർന്നു വരിക സ്വാഭാവികമാണ്. ഇങ്ങനെയെല്ലാമാണെങ്കിലും എല്ലാറ്റിനെയും അതിജീവിച്ച് നാം ആണവ പരീക്ഷണം നടത്തുക തന്നെ ചെയ്തു. 1974 മെയ് 18 രാവിലെ ഇന്ത്യൻ സമയം 8:05 രാജസ്ഥാനിലെ ജയ്സാൽമൈർ ജില്ലയിലെ പൊക്രാനിൽ ഇന്ത്യൻ ആർമി ബേസായ പൊക്രാൻ പരീക്ഷണ കേന്ദ്രത്തിൽ അന്ന് മറ്റൊരു പ്രഭാതം കൂടി ഉദയം ചെയ്യുകയായിരുന്നു. ഐക്യരാഷ്ട്രസഭയിലെ 5 സ്ഥിരാംഗങ്ങളിൽ പെട്ടതല്ലാത്ത മറ്റൊരു രാജ്യം ആ അത്ഭുത അണുപരീക്ഷണം നടത്തി വിജയത്തേരിലേറി. 8 കിലോടൺ ആയിരുന്നു ബോംബിന്റെ പ്രഹരശേഷി. ഈ പരീക്ഷണത്തിന് നൽകിയ രഹസ്യ കോഡാണ് ബുദ്ധൻ ചിരിക്കുന്നു അഥവാ ഓപ്പറേഷൻ സ്പൈലിംഗ് ബുദ്ധ. ബുദ്ധൻ ചിരിക്കുന്നു എന്ന രഹസ്യ കോഡിനെ ഡീകോഡ് ചെയ്യാൻ ലോകത്തെ ഒരു രഹസ്യാന്വേഷണ ഏജൻസിക്കും അന്ന് കഴിഞ്ഞിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഭരണത്തിലും സൈന്യത്തിലും ശാസ്ത്രലോകത്തുമുള്ള വളരെ ചെറിയ വിഭാഗം ആളുകൾക്ക് മാത്രമേ ആ ആണവായുധ പരീക്ഷണങ്ങളെ കുറിച്ച് അറിവുണ്ടായിരുന്നുള്ളൂ. സമാധാന ആവശ്യത്തിനുള്ള ആണവ പരീക്ഷണം എന്ന് തന്നെയായിരുന്നു ഇന്ത്യ അതിനെ വിശേഷിപ്പിച്ചത്. അന്നൊരു ബുദ്ധ പൗർണമി ദിനം കൂടിയായിരുന്നു. ആണവ പരീക്ഷണത്തിന് നിർദ്ദേശം നൽകിയ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്ക് ബുദ്ധൻ ചിരിക്കുന്നു എന്ന സന്ദേശമെത്തി. അതെ, ബുദ്ധനൊപ്പം രാജ്യവും ചിരിക്കുകയായിരുന്നു. അണുബോംബ് കൈവശമുള്ള 6ാം ശക്തിയായി വളർന്നതിന്റെ സമാധാന ആവശ്യത്തിന് കൂടി ആണവോർജം ഉപയോഗിക്കാമെന്ന ശുഭപ്രതീക്ഷയുടെ പുഞ്ചിരി. waytonikah.com, the exclusive Muslim matrimonial site.